നിശബ്ദ പ്രചരണം അതിൻ്റെ അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കൃഷ്ണകുമാർ വലിയ ഓട്ടപ്പാച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും വോട്ടുറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എങ്ങനെയുണ്ട് ഈ അവസാന ഘട്ടത്തിലെ ട്രെൻഡ് ഓരോ വോട്ടർമാരെ നേരിൽ കാണുമ്പോൾ? എല്ലായിടത്തുനിന്നും നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് ഓരോരുത്തരും പറയുന്നത്. അത് സ്ത്രീകളായിക്കോട്ടെ, യുവാക്കളായിക്കോട്ടെ, പ്രായം ചെന്നവരായിക്കോട്ടെ. കാരണം എല്ലാവർക്കും ജീവിതത്തിൽ മുന്നേറണം. ഓരോ വ്യക്തിക്കും ആ മുന്നേറ്റം എന്ന് പറയുന്നത് വികസനത്തിലൂടെ വരുന്നത്. ഒരുവിധ വികസനവും നടക്കാത്ത ഒരു ജില്ലയായിട്ടാണ് അവരിപ്പോൾ കൊല്ലത്തെ കാണുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ഇത്രയും കൊല്ലം വിശ്വസിച്ച് ഒരു MP വോട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നു. കാരണം ഒരു ഇടതുപക്ഷ കോട്ടയായിരുന്നു ഒരു കാലത്ത് കൊല്ലം. താരപരിവേഷം കൊണ്ടും ചെയ്യുക കൊല്ലത്ത്. താരപരിവേഷം ഉള്ളതിനേക്കാൾ ഞാനൊരു നടനായിട്ട് അറിയപ്പെട്ടെങ്കിലും കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ജനങ്ങൾ വീക്ഷിക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് താരപരിവേഷം ഒരു പരിധി വരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം CPM ഈ ഒരു കാൻഡിഡേറ്റ് സെലക്ഷനിലേക്ക് പോയ ഘട്ടത്തിൽ അവർ പല ഘട്ടത്തിൽ ലിംഗ പ്രേമനെ പരാജയപ്പെടുത്താൻ പല CPM പോളിറ്റ് ബ്യൂറോ അംഗം, അതേപോലെ സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കം കൊണ്ടുവന്നു, നടന്നു, പറ്റിയില്ല. ഒടുവിൽ താരമുഖമായ രാഷ്ട്രീയക്കാരനായ M. മുകേഷിനെ കൊണ്ടുവരുന്നു. താങ്കളും അതേപോലെ തന്നെയാണ്, രാഷ്ട്രീയക്കാരനായ ഒരു താരമാണ്. സ്വാഭാവികമായും അത് NDAക്ക് ഗുണം ചെയ്യുമോ? അതിലെ ഈ താരപരിവേഷത്തിന് അപ്പുറത്തൊരു സംഭവം എന്ന് വെച്ചാൽ മുകേഷ് ചേട്ടനായിട്ട് നല്ല ബന്ധമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു പാർട്ടി ഇടതുപക്ഷത്തിൻ്റെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ താരപരിവേഷം അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2, ശ്രീ പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ലാത്തൊരു MP എന്നുള്ളൊരു വലിയ പരാതി കിടക്കണം. അപ്പോൾ 2 പേർക്ക് ബാഗേജ് ഉണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു MP, അതായത് BJPയുടെ ഒരു MP-യോ MLA ഇല്ലാതിരുന്നിട്ടും വാരിക്കോരി കൊല്ലത്തിന് കൊടുത്തിരിക്കുന്നു. ഉദാഹരണങ്ങൾ പലതാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം ആയിക്കോട്ടെ, ബൈപ്പാസ് ആയിക്കോട്ടെ, ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകുന്നത് എല്ലാം കാണുക. അപ്പോൾ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രോ ഇൻകംബൻസി BJPക്ക് കിടക്കുകയാണ്. അവിടെ ഒരു നടനെന്ന നിലയ്ക്കും ഒരു നല്ല കുടുംബം, ആ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കപ്പെട്ടത്, ഇതെല്ലാം അവിടെയാണ് ഗുണം ചെയ്യുന്നത്. ഞാനൊരു മോശം പ്രവൃത്തി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ എനിക്കൊരു മോശം പേരുള്ള ഒരാളാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇതൊന്നും എനിക്ക് ഗുണം ചെയ്യില്ലായിരുന്നു. ഈ രണ്ടാമത് ഈ കൊല്ലത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രചരണം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടായ CA വിഷയത്തിലാണ്. ഈ CA വിഷയം ആളിക്കത്തിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ CPM ശ്രമിച്ചു. അതിൽ UDF സ്ഥാനാർത്ഥിയായിരുന്നു ലക്ഷ്യം വെച്ചത്. അത് NDAക്ക് കൂടിയുള്ള ഒരു അമ്പെയ്ത്തല്ലായിരുന്നു. ഇതെല്ലാം ഇവർ അമ്പ് ചെയ്യുമ്പോഴും ഈ അമ്പ് വളഞ്ഞ് തിരിഞ്ഞു പോവുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ വിശ്വാസം ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ ഇതെടുക്കുന്നതാണ്. ന്യൂനപക്ഷങ്ങളോട്ട് ഞാൻ വളരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് BJP വളരെ ക്ലോസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കിത് എല്ലാം മനസ്സിലാണ്. കഴിഞ്ഞ കാലങ്ങളായിട്ട് മൈനോറിറ്റി പേടിപ്പിച്ച് നിർത്തി. ഇന്ന് എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ്. രണ്ടാമത്തെ വിഷയം, ഇന്ന് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ മീഡിയ, മാധ്യമം എന്ന് പറയാം, ഒരു ഡിജിറ്റൽ വിപ്ലവമാണ്. ആൾക്കാരുടെ ഫോണിനകത്ത് പേഴ്സണലായിട്ട് ഓരോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. CAA എന്താണെന്ന് ഓരോരുത്തർക്കും ഇന്നറിയാം. ഭാരതത്തിലെ പൗരനുമായി യാതൊരു ബന്ധവുമില്ല. ഭാരതത്തിന് പുറത്തുള്ള ചില രാജ്യങ്ങളിൽ അവിടുത്തെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാകിസ്ഥാനിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇത് മുസ്ലിം വിഭാഗത്തെയാണ്. വലിയ ഇതിൽ ഒരു ആശങ്ക അവർക്ക് ഉണ്ടാകുന്നു എന്ന് തോന്നലാണ് CPM ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അത് അവരുടെ ആ വോട്ട്, അല്ലെങ്കിൽ അവർ മാസീവായി വോട്ട് ചെയ്യാൻ എത്തിയാൽ അത് ആർക്ക് അനുകൂലമാകും? അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ മതം തിരിച്ച് വോട്ട് പിടിക്കുന്നത് BJP അല്ല, ഇവിടെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സാണ്. അവർ തമ്മിൽ തല്ലട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് നമുക്ക് ഇടപെടേണ്ട. കാരണം ഇതിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ്. ആ രാജ്യത്ത് പീഡിപ്പിക്കപ്പെടാൻ സാധ്യത ആരെയായിരിക്കാം? ഇസ്ലാമിൽ വിശ്വസിക്കാത്ത പലരും. ആ ആൾക്കാർക്ക്, ആ കൂട്ടർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഭാരതത്തിൽ അഭയം തേടാൻ ഒരു ആക്ട് കൊണ്ടെന്നാണ് CAA. ഭാരതത്തിലെ പൗരന്മാരുമായിട്ട് അതിന് ബന്ധമില്ല. അപ്പോൾ അതിനകത്ത് അവിടുത്തെ ഇസ്ലാമികമായിട്ടുള്ളവർക്കാണ് ഇവിടെ സാധ്യത. അതിനകത്ത് ഇസ്ലാമിനെ ചേർക്കേണ്ട കാര്യമില്ല. കാരണം അവർ പറയൂ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ആൾക്കാരെ പീഡിപ്പിക്കുന്നവർ പറയൂ. ആരെങ്കിലും ഒരു പാകിസ്ഥാനി മുസ്ലിം ഇങ്ങോട്ട് അഭയത്തിന് ആശ്രയിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാളെ പരിഗണിക്കും. അതുകൊണ്ട് CAA ഭാരതത്തിലെ പൗരന്മാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്തിനാ ഞാൻ പറയട്ടെ, ഇന്നലെയൊക്കെ എൻ്റെ അടുത്തുനിന്ന് ധാരാളം മുസ്ലിം കുടുംബങ്ങൾ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു, ഞാൻ പോകുന്നു, സംസാരിക്കുന്നവരുമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു അവരത്തൊക്കെ, നിങ്ങൾ എന്താണ് ഇതിൽ കാണുന്നത്? അപ്പോഴാണ്, അതായത് മോഡിയിൽ കാണുന്നത്, BJPയിൽ കാണുന്നത്. അപ്പോഴാണ് അവർ പറയുന്നത്, ഞങ്ങൾ നരേന്ദ്രമോദിയെ കാണുന്നത് ഒരു നവോത്ഥാന നായകനായിട്ടാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? കാരണം മുത്തലാഖ് എടുത്ത് കളഞ്ഞപ്പോൾ ഒരു കുടുംബത്തിൽ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, അവരുടെ എന്നും മാനസികമായ ഒരു പേടിപ്പിക്കുന്ന കാര്യം, കല്യാണം കഴിഞ്ഞ് പോയി കുറച്ച് കഴിയുമ്പോൾ ഒരു 3 തലാഖ് ചൊല്ലി വീട്ടിൽ വരിക, മൊഴി ചൊല്ലി വരിക. ആർക്കെങ്കിലും ഇഷ്ടമാണ്? എനിക്ക് 4 പെൺമക്കളാണ്. എൻ്റെ മക്കൾ കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ സുരക്ഷിതമായി കഴിയണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത്, ഈ മുത്തലാഖ് എടുത്ത് കളഞ്ഞതോടുകൂടി ഇന്ന് ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഉണ്ട്, ഞങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ല. അതുകൊണ്ട് മോഡിയാണ് ഞങ്ങളുടെ നവോത്ഥാന നായകൻ. ഇതിൽപ്പരം എന്താ വേണ്ടത്? അതുകൊണ്ട് ഇന്നത്തെ ഭയം എന്താണ്?
മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും BJP-യിലോട്ട് വരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇത്രയും നാളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. 10 വർഷമായില്ല നരേന്ദ്രമോദി വന്നിട്ട് ഏതെങ്കിലും ഒരു ഇസ്ലാം സഹോദരൻ്റെ ക്രിസ്ത്യൻ സഹോദരൻ്റെ വീട്ടിൽ പോയി ഒരു BJP-കാരൻ പ്രശ്നമുണ്ടാക്കിയിട്ട് കേട്ടിട്ടുണ്ടോ? അവർക്ക് തെളിഞ്ഞു. 10 കൊല്ലമായി. ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടൂ. ഇവരെല്ലാം ദേശസ്നേഹികളാണ്. BJP-യോട്ട് എങ്ങോട്ട് പോകുമെന്നാണ് ആദ്യഘട്ടത്തിലെല്ലാം ചർച്ച ചെയ്യുന്നത്. പക്ഷേ BJP അവസാന ഘട്ടത്തിൽ പറയുന്നത് UDF-ൽ നിന്നും LDF-ൽ നിന്നും BJP-യിലേക്ക് വോട്ടെത്തുമെന്നാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു പൊളിറ്റിക്സ് എങ്ങനെയാണ്? ഉറപ്പില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഇവിടെ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. അത് രണ്ടായി തിരിഞ്ഞിട്ട് RSP എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഇപ്പോഴും ഭാഗമാണ്. വെസ്റ്റ് ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ RSP, ഫോർവേഡ് ബ്ലോക്ക്, കമ്മ്യൂണിസ്റ്റ് ഒരുമിച്ചിരിക്കും. ഇപ്പുറത്ത് UDF അല്ല LDF എന്ന് പറയുന്നത് എന്താണ്? ശ്രീ മുകേഷ്. ഇപ്പോൾ ഇവരെല്ലാവരും ഒറ്റ മുന്നണിയാണ്. LDF-ഉം UDF-ഉം ചേർന്നാണ് ഇന്ത്യ മുന്നണി. അപ്പോൾ രണ്ട് മുന്നണി തമ്മിലേ മത്സരമുള്ളൂ. അതായത് NDA-യും ഇന്ത്യ മുന്നണി. ഇതിനകത്ത് RSP എന്നൊരു പാർട്ടി ഇവിടെ എത്ര വോട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിൻ്റെ പിൻബലത്തിലാണ് RSP ഇവിടെ നിൽക്കുന്നത്. എത്രയോ വർഷങ്ങളായി കോൺഗ്രസിന് ഇവിടെ സാധ്യതയില്ല, ഇനി ഭാവി പോലുമില്ല. RSP നേതാവിനെ കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കോ അതിൻ്റെ നേതാക്കൾക്കോ 1 രൂപയുടെ പ്രയോജനമില്ലെന്ന് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി. ഇനി ഇവിടെ ഭാവിയില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാർ ഒരു കാരണം ഒരു കുറച്ചെങ്കിലും ആത്മാഭിമാനമുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഇനി RSPക്ക് വോട്ട് ചെയ്യും? ചെയ്യില്ല. ഈ പ്രകടനത്തിന് പോകുന്നവരിൽ പോലും 90% വോട്ട് ചെയ്യില്ല. അവർ BJP-ക്ക് വോട്ട് ചെയ്യും. കാരണം അവർക്ക് LDF-ന് വോട്ട് ചെയ്യാനും പറ്റില്ല. പഴയ വിഷയം കിടക്കുകയാണ്, പരനാറി വിഷയം. അതുകൊണ്ട് ഇവർക്ക് തമ്മിൽ യോജിക്കാൻ പറ്റില്ല. ഈ വോട്ടുകൾ ഇങ്ങോട്ട് വരും. എന്തിനാ? RSP-ക്കാർക്ക് പോലും അറിയാം ഇതൊരു കുടുംബ പാർട്ടിയാണ്, ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമാണ് RSP ഇവിടുത്തെ MP-യുടെ. അതുകൊണ്ട് RSP പ്രവർത്തകർക്കോ RSP-യുടെ അണികൾക്കോ ഒന്നും പ്രതീക്ഷിക്കാനില്ല. കൊല്ലം കണ്ടതിൽ ഏറ്റവും വലിയ വോട്ട് ഷെയർ ആയിരിക്കും BJP ഉണ്ടാക്കാൻ പോകുന്നത്. യാതൊരു സംശയമില്ല. ഇത് അഹങ്കാരത്തിലല്ല, വിനയത്തിൽ പറയുകയാണ്. കാരണം ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ടില്ല. ജനങ്ങൾ വന്ന് പറയുന്ന കാര്യം ഞാൻ കാണുക. സർവ്വ പാർട്ടികളിൽ നിന്നും എന്നെ സമീപിക്കുക. എൻ്റെ അടുത്തൊന്ന് പറയുകയാണ്, കൃഷ്ണകുമാറേ ഞങ്ങൾ കൂടെ നിൽക്കാം, പക്ഷെ ഒറ്റ കാര്യം, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരണം. ഈ കൊല്ലത്തിനെ നമ്പർ 1 ജില്ലയാക്കി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. കൊല്ലത്തെ ഉപേക്ഷിച്ച് പോവോ ഇലക്ഷൻ കഴിയുമ്പോൾ? തിരുവനന്തപുരത്തുകാരനാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. എൻ്റെ ചോദ്യം ശരിയാണ്, നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണല്ലോ. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പൊടിയും തട്ടിപ്പോകുന്നു. എൻ്റെ ഒറ്റ ഉത്തരം, എൻ്റെ കഴിഞ്ഞ 3 വർഷം നോക്കിയാൽ മതി. നമ്മൾ തമ്മിൽ ആദ്യം കാണുമ്പോൾ എന്നോട് പറഞ്ഞത് കൊല്ലത്ത് മത്സരിക്കാൻ എത്തിയാൽ ഇനി കൊല്ലത്തിനോടൊപ്പം ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അല്ല, ആ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെടുകയാണ്. കാരണം ആ ചോദ്യം വന്നാലേ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റൂ. എൻ്റെ കഴിഞ്ഞ 3 വർഷം എടുത്താൽ മതി. ഞാൻ പാർട്ടിയിൽ ജോയിൻ ചെയ്ത് 2021 ഫെബ്രുവരി 3. ഉടൻ തന്നെ എന്നെ ഇലക്ഷൻ നിർത്തി തിരുവനന്തപുരത്ത്. ഇലക്ഷൻ ഒന്നും നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചെങ്കിലും റിസൾട്ട് എന്താ? ഞാൻ തോറ്റു. പക്ഷെ ആ തോറ്റതിന് ശേഷം നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഞാൻ ഒരു MP അല്ലാത്ത, MLA അല്ലാത്ത, പാർട്ടിയിൽ ഒരു സ്ഥാനം വഹിക്കാത്ത ഞാൻ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഡൽഹിയിൽ പോകുന്നു. ഓരോ പദ്ധതികളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇപ്പം തന്നെ ഈഞ്ചക്കൽ ഫ്ലൈ ഓവർ, വലിയതുറയിലെ മിനി ഫിഷിംഗ് ഹാർബർ സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുത്താൽ നാളെ തുടങ്ങാൻ പണി. മെട്രോയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതിൻ്റെ പേപ്പർ വർക്ക് ഞാൻ തരാം. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു സ്ഥലത്ത് എന്നെ ഇട്ടാൽ ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്യും. തിരുവനന്തപുരത്ത് ഓഫീസ് വർക്ക് ചെയ്യില്ലേ, എൻ്റെ ഓഫീസിൽ സ്വന്തമായിട്ട്. ഇതേപോലെ ഞാനിപ്പോൾ കാണുന്ന വെച്ചാൽ കൊല്ലത്ത് നിന്ന് പ്രവർത്തിക്കാനുള്ള സംവിധാനം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. കാരണം കൊല്ലം ജില്ലയിൽ ധാരാളം പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റും. ഞാൻ PM-ഉമായിട്ട്, പ്രൈം മിനിസ്റ്ററുമായിട്ടും നല്ല ബന്ധത്തിലാണ്, മിക്ക മന്ത്രിമാരുമായിട്ടും നല്ല ബന്ധത്തിൽ. ഏത് പദ്ധതിയും പണമുണ്ട്, പണം തരാൻ മനസ്സുണ്ട്, എല്ലാമുള്ളൊരു പ്രധാനമന്ത്രി ഇരിക്കുന്നു. ഈ കൊല്ലം ജില്ലയെ നമ്പർ 1 ജില്ലയാക്കി കേരളത്തിൽ മാറ്റാൻ കഴിയുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അതിന് പക്ഷേ ഇവിടെ നിന്ന് വർക്ക് ചെയ്യണം. അതിനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ ജനവും പാർട്ടിയും തരും എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. വളരെ നന്ദി, സന്തോഷം, താങ്ക് യു.